How can we achieve this knowing? The resurrection focused knowing. എങ്ങനെ നമുക്ക് പുനരുത്ഥാനത്തെ ആസ്പദമാക്കിയുള്ള യേശുവിനെ കുറിച്ചുള്ള അറിവ് സാധിക്കാൻ കഴിയും? അതായത് യേശുവിനെ എങ്ങനെ നമുക്ക് ആഴമായി അറിയാൻ കഴിയും? കർത്താവിന്റെ സ്തോത്രം. അതിന് എന്ത് ആണ് നാം ചെയ്യേണ്ടത്? എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു, വില കൊടുക്കണം. At any cost. എനിക്ക് പുനരുത്ഥാനം പ്രാപിക്കണം. ശരി, ഈസിയാണോ? അല്ല, വില കൊടുക്കണം. എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? ഈ കൊടുക്കാൻ അതിനെക്കുറിച്ച് അല്പകാര്യം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. മൂന്നാം വാക്യം വായിക്കാം. Verse 3. Philippians 3. ഒന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. പൗലോസ് പറയുന്നു. അതിന് ഞാൻ അതിന്റെ മൂന്നാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നു വരട്ടെ. സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെ വായിക്കുന്നു, ജഡത്തിൽ പ്രശംസിക്കാത്തവർ. ഒന്നുകൂടി വായിച്ചേ, മൂന്നാം വാക്യം മാത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യാം. ഞാൻ ആ പാഠം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. ശ്രദ്ധിക്കുക, യേശുവിനെ അടുത്തറിയണമെങ്കിൽ, യേശുവിനെ അകമഴിഞ്ഞ് അറിയണമെങ്കിൽ ഒരു ദൈവത്തിന്റെ വയലിൽ ചെയ്യേണ്ട ഒന്നാമത്തെ വസ്തുത ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുക. കർത്താവിന്റെ സ്തോത്രം. ജഡത്തിൽ പ്രശംസിക്കുവാൻ വകയില്ലാത്തവർ ആരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ജഡത്തിൽ പ്രശംസിക്കുവാനുണ്ട്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നു ജഡത്തിൽ പ്രശംസിക്കുവാനുണ്ടെങ്കിൽ നിങ്ങളെ ആരെക്കാളും അധികം എനിക്ക് ജഡത്തിൽ പ്രശംസിക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് ലിസ്റ്റ് നടത്തിയാണ്. നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. സോറി, ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഭരിച്ചതിനേക്കാൾ ആളുകൾ ഭരിച്ചതിനേറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ ഒക്കെ ഇങ്ങനെ താഴോട്ട് ലിസ്റ്റ് നടത്തിയാണ്. പൗലോസ് താൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ശ്രദ്ധിക്കണം, പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പൗലോസ് ദൈവത്തിനുണ്ടാകെ താൻ എന്തൊക്കെയാണ് കാണിക്കുവാൻ വേണ്ടിയല്ല ഇത് നിരത്തിയത്. ഇത് നിരത്തുന്നതിന് വേറെ റീസൺ ഉണ്ട്, പിന്നെ കടന്നു വരാം. എന്നാൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജഡത്തിൽ പ്രശംസിപ്പാനുണ്ടെങ്കിൽ നിങ്ങളിൽ ആരെക്കാളും അധികം എനിക്ക് ജഡത്തിൽ പ്രശംസിപ്പാനുണ്ട്. 1, 2, 3, 5, 6 ലിസ്റ്റ് നടത്തുന്നു. ഇത്രയധികം ജഡത്തിൽ പ്രശംസിപ്പാൻ ആരുണ്ട്? എന്നാൽ ഈ ജഡത്തിന്റെ പ്രശംസയിൽ ഇതിൽ ഞാൻ പ്രശംസിക്കുന്നില്ല. എനിക്ക് ഇത്രയെല്ലാം ലിസ്റ്റ് ഉണ്ട് പ്രശംസിക്കാമെങ്കിൽ എന്റെ പ്രശംസ ഇതിലല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വയലിൽ ജഡത്തിൽ പ്രശംസിക്കുന്നുവെങ്കിൽ യേശുവിനോട് നിനക്ക് അടുത്ത് വസിക്കുവാൻ കഴിയത്തില്ല. ശ്രദ്ധിക്കൂ, യേശുവിനോട് അടുത്ത് വസിക്കുന്ന ഒരു ദൈവത്തിന്റെ വയലിൽ ജഡത്തിൽ പ്രശംസിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവന്റെ പ്രശംസ ജഡത്തിൽ അവന് പ്രശംസിപ്പാൻ പലതുണ്ടെങ്കിലും അവൻ ക്രിസ്തുവിനോട് കൂടി അവനെ ക്രൂശിക്കും. ഹല്ലേലൂയ. ആദ്യത്തെ 4 കൂട്ടം കാര്യങ്ങൾ സ്വന്തം ഹീബ്രുവിനോട് ആദ്യത്തെ 4 കൂട്ടം കാര്യങ്ങൾ ഇവിടെ വരെ ഉള്ളത് എന്താണ് കാണിക്കുന്നത്? ഇത് പൗലോസിന് പൈതൃകമായി ലഭിച്ച നേട്ടങ്ങളാണ്. പൈതൃകമായി ലഭിച്ച നാട്ടിന് സ്വന്തം താനൊന്ന് ചെയ്തിട്ടല്ല വിനിയും തനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിച്ചത്. കർത്താവ് താൻ നേടിയെടുത്തതല്ല വിനിയും തനിക്ക് ലഭിച്ച പൈതൃകമായി ലഭിച്ചത്. 8ാം നാളിൽ പരിചരണയേറ്റത്, ഈ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചത്, അതുപോലെ ഇസ്രായേൽ പൗരത്വം കിട്ടിയത്, ഇതൊന്നും പൗലോസ് ഒന്നും ചെയ്തിട്ടല്ല വിനിയും ഓട്ടോമാറ്റിക് പൈതൃകമായിട്ട് ലഭിച്ചതാണ്. നമുക്കെല്ലാവർക്കും പൈതൃകമായി ലഭിച്ച പലതും കാണും. See, here Paul is talking of the first 4 ones. The first 4 ones are the inherited gifts. Paul says that I can boast in my flesh. These are the items. The first 4 items
ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പലരും പ്രശംസിക്കുന്ന കണ്ടാറുണ്ട്. ആ ദോഷത്തെ ചിരിക്കാറുണ്ട്. മനസ്സിൽ സഹതാപത്തോട് അവർക്ക് വേണ്ടി കഴിയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താ നമുക്ക് നെഗറ്റീവായിട്ട് പലർക്കും അവസാനമുള്ള വീട്ടുകാരല്ലേ? നമ്മുടെ നോർത്ത് നോക്കി വീട്ടുപേര് അതിന്റെ അർത്ഥം പോലും അറിയത്തില്ല. ആ വീട്ടുപേരുകൊണ്ട് എന്തോ ഫലം പ്രധാന. ഞാൻ ചിലർക്ക് വീട്ടുപേരിൽ അഭിമാനിക്കുന്നവരുണ്ട്. ഇതുപോലെ കല്യാണത്തിലേക്കും വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തിനാണ് അഭിമാനിക്കാനുള്ളത്? ഒരുപക്ഷെ നീ NHS-ലായിരിക്കും ജോലി ചെയ്യുന്നത്, നീ കെയർ ഹോമിലായിരിക്കും ജോലി ചെയ്യുന്നത്, നീ സ്റ്റാഫ് നേഴ്സായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്, നീ ഒരു കെയർ വർക്കറായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്, നീ ഒരു കർത്താവിന്റെ സ്തോത്രം 2000 പൗണ്ട് വാങ്ങിക്കുന്നവരായിരിക്കാം, നീ 500 പൗണ്ട് വാങ്ങിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. നിനക്കൊരു പക്ഷേ 5000 പൗണ്ട് ഒരുമിച്ച് കാണുമായിരിക്കാം. നീ ഹല്ലേലൂയ മറ്റൊരു ഒരുമിച്ച് 1000 പൗണ്ട് കാണത്തുള്ളൂ. പണത്തിലാണ് അഭിമാനിക്കുവാനുള്ളത്. ഈ വിദ്യാഭ്യാസം നിനക്കൊരു പക്ഷേ ഡബിൾ PhD കാണും, വേറൊരു SSLC കാണും. SSLC ആയാലല്ല, PhD ആയാലല്ല. കർത്താവിന്റെ സ്തോത്രം. പണ്ടത്തെ ഒരു വാക്കുണ്ട്, 6 മണ്ണേ നിനക്ക് സ്വന്തം. പക്ഷെ ഇപ്പൊ അത് തിരുത്തേണ്ടിയിരിക്കുന്നു. ഞാനും വിചാരിച്ച കൊണ്ടൊക്കെ 6 അടി മണ്ണെങ്കിലും കിട്ടുമെന്ന്. ഇപ്പോൾ വിചാരിച്ചു 6 മണി പോലും കിട്ടിയെന്ന് വരികയില്ല. നീ പോകുന്ന ഫ്ലൈറ്റ് ആകാശത്ത് കത്തിച്ചിരുന്നാൽ 6 അടി പോയിട്ട് ഒരു കൈ പോലും കിട്ടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ലോകത്ത് നടക്കുന്നത്? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശ്വാസികൾ, എനിക്ക് പേടിയുള്ളത് എന്റെ ഈ പ്രസംഗം തീരുമെന്നും എനിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ എന്റെ പാട്ട് പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്ന പാട്ട് ഇപ്പൊ ഞാൻ പാടത്തില്ല. 6 അടി മണ്ണ് പോലും ഈ ഭൂമിയിൽ ലഭിച്ചതില്ല. നീ ഞാൻ എത്രമാത്രം ജഡത്തിൽ പ്രശംസിച്ചാലും, എത്രമാത്രം ജഡത്തിൽ ഹല്ലേലൂയ അഭിമാനിച്ചാലും, അത് വീടിന്റെ വകയായിട്ടാകട്ടെ, നാടിന്റെ വകയായിട്ടാകട്ടെ, കൂടിന്റെ വകയായിട്ടാകട്ടെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, സൗന്ദര്യത്തിലാകട്ടെ, സമ്പത്തിലാകട്ടെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളെ ഈ അപ്പോസ്തലനായ പൗലോസ് കിട്ടിയ വെളിപ്പാട് ഇന്ന് മനക്കാലം എനിക്ക് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് മുതൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവേ അറിഞ്ഞോ അറിയാതെ പോലും ജഡത്തിൽ പ്രശംസിപ്പാനിടേ. ഹല്ലേലൂയ. യേശുവായിട്ടുള്ള എന്റെ ബന്ധം ശക്തിപ്പെടുത്തണമെങ്കിൽ കർത്താവിലും ജഡത്തിൽ പ്രശംസിക്കരുത്. യേശുവായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന് കർത്താവിന്റെ സ്വന്തം റിജക്ട് കോൺഫിഡൻസ് ജഡത്തിലുള്ള നമ്മുടെ പ്രശംസകളെ വിടുക. അടുത്തത് എന്തെങ്കിലും ഒന്ന് വായിച്ചതാണ്. ഒന്നുകൂടെ ഫസ്റ്റ് 3:3a. ആത്മാവിൽ ആരാധിക്കുക. സ്വന്തം രണ്ടാമത് രണ്ടൂടെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. അപ്പോൾ നമുക്ക് ജഡത്തിൽ പ്രശംസിക്കരുത്. പിന്നെ പ്രശംസിക്കേണ്ടത് എന്തിനാണെന്ന് അറിയാമോ? എന്തിൽ പ്രശംസിക്കണം? ജഡത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്ന എന്തിൽ പ്രശംസിക്കണം? കർത്താവിൽ പ്രശംസിക്കണം. കർത്താവിൽ പ്രശംസിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ ആരാധന മലയാളം മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിൽ ആരാധന. ആത്മാവിൽ ആരാധിക്കുന്നവന്റെ പ്രത്യേകത, ആത്മാവിൽ ആരാധിക്കുന്നവൻ ജഡത്തിൽ പ്രശംസിക്കുകയില്ല. ആത്മാവിൽ ആരാധിക്കുന്നവന്റെ പ്രശംസ ക്രിസ്തുവിൽ മാത്രമാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്നവൻ ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നാടിനൊക്കെ അടുത്ത് അവരൊക്കെ ഭയങ്കരമായിട്ട് ആത്മാവിൽ ആരാധിക്കുന്നാണ് തോന്നുന്നത്. പക്ഷേ ജഡത്തിലും ഭയങ്കര പ്രശംസയാണ്. അതിന്റെ അർത്ഥം അവരാരാധിക്കുന്ന ആത്മാവിലെ ആരാധനയ്ക്ക് എന്തോ എവിടെയൊക്കെയോ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. എവിടെയൊക്കെയോ യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ വയലിൽ ജഡത്തിൽ അവർ പ്രശംസിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അവന്റെ പ്രശംസ ക്രിസ്തു മാത്രമായി. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരും പറയാറില്ലേ, ഈ ഒത്തിരി തലക്കനുള്ളതെന്ന് പറയും. ഒത്തിരി തലക്കുള്ളവർക്ക് ഒന്നുമില്ലാത്തതുകൊണ്ടാണ് സ്വന്തം. നമ്മൾ ഒത്തിരി അറിവ് ഉള്ളവര് അവര് അപകടത്തൊന്ന് വിളിച്ചോ നടക്കുന്നത് എനിക്ക് അറിയാം. പ്രവൃത്തി വരുമ്പോൾ ഫലത്തിലൂടെ തിരിച്ചറിയും. ഒത്തിരി ഫലമുള്ള വൃക്ഷം എന്തെന്നറിയാമോ? അത് കുഴിഞ്ഞേ നിൽക്കത്തുള്ളൂ. കാരണം ഈ ഫലം കൂടെ ഇത് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഫലമില്ലാത്ത എന്തെന്നറിയാമോ? ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നവർ. അതാണ് സ്വന്തം. അപ്പോൾ ഒരു ജഡത്തിൽ ഞാൻ പ്രശംസിക്കാത്ത
ഒരു ദൈവത്തിന്റെ ഭയം, അവന്റെ പ്രശംസ ക്രിസ്തുവിലാണ്. അവൻ എന്താ പറയുന്നത്? ഇവിടെ നാം മുമ്പോട്ട് വരുമ്പോ ഇവിടെ നിന്ന് കോൺടെക്സ്റ്റ് മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾ ഇവിടുത്തെ വിഷയമാണ്. ഫിലിപ്പിയ സഭയിൽ കർത്താവിന്റെ സ്തോത്രം ജഡത്തിൽ പ്രശംസിക്കുന്ന രീതിയിലുള്ള സ്തോത്രം ചിന്തകളും പഠിപ്പിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പരിച്ഛേദനക്കാർ യഹൂദൻ പ്രശംസിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് പരിച്ഛേദന. അപ്പോൾ അഗ്രഹമക്കാരായ സ്തോത്രം ജാതികൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ദൈവമക്കളായി തീർന്നു സഭയുടെ ഭാഗമായപ്പോൾ യഹൂദന്മാരിൽ ചിലര് എന്ത് ചെയ്യാമോ, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. യഹൂദ ക്രിസ്ത്യാനികൾ നിങ്ങളും അഗ്രചർമ്മയൊക്കെയാണ്, സർക്കംസിഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ രീതിയിൽ സർക്കംസിഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ളതിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് കർത്താവിന്റെ സ്തോത്രം ഇവര് ദൈവസഭയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ സ്തോത്രം ദൈവത്തിന്റെ വാർത്തയിരിക്കുന്നു, പുറമെ റോമാലേഖനത്തെ വായിക്കുന്നു, പുറമെ യഹൂദനായവനല്ല യഹൂദൻ, പിന്നെയോ അകമേ യഹൂദനായവനത്രേ യഹൂദൻ. പുറമേ ഉള്ള പരിച്ഛേദനയല്ല ദൈവസന്നിധിയിൽ ഇമ്പോർട്ടൻസ്, ദൈവസന്നിധിയിൽ ഇമ്പോർട്ടൻസ് അകമേയുള്ള പരിശോധനയാണ്. പുറമെ ഇനി സകലതും പരിച്ഛേദന ചെയ്താലും സ്തോത്രം നീ ത്യാഗം പരിച്ഛേദന ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നമ്മളെ ഭാഷ പറഞ്ഞ നമ്മുടെ മീശ പരിച്ഛേദന ചെയ്താലും നമ്മുടെ ഹൃദയം പരിച്ഛേദന ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ യാഗം പരിച്ഛേദന. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇസ്രായേൽ മക്കൾ എക്സ്റ്റേണൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇന്റേണലിനെ തള്ളിയെങ്കിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടത് അകലെയുള്ള പരിച്ഛേദനയ്ക്കാണ്. എന്നാൽ പുറമേ ഉള്ളതിന് പേരുകൊണ്ട് പരിച്ഛേദന നടത്തുവാൻ അവര് അവരൂന്നൽ കൊടുത്തുവെങ്കിൽ കർത്താവിന്റെ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന നാമോ പറഞ്ഞ യഥാർത്ഥ ന്യൂ ടെസ്റ്റ്മെന്റ് ക്രിസ്ത്യൻ, ന്യൂ ടെസ്റ്റ്മെന്റ് ഇസ്രായേൽ, യഥാർത്ഥ പുതിയ നിയമ വിശ്വാസി എന്ന് പറയുന്നത് അവന് പുറമേയുള്ളതല്ല അവന് വിഷയം, അവന് വിഷയം അവന് ഇൻസൈഡ് എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു പറയുന്നത്, കർത്താവിന്റെ സ്വന്തം ഒരുവൻ മനുഷ്യന്റെ അകത്തേക്ക് പോകുന്നല്ല, പിന്നെയോ അവൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കർത്താവിന്റെ സ്തോത്രം അകമേയുള്ള പരിച്ഛേദന. അധികം അതിനു മുമ്പ് നിൽക്കുന്ന താല്പര്യപ്പെടുന്ന കർത്താവിന്റെ സ്തോത്രം ഇസ്രായേലിന്റെ മകനായിരുന്നു. They failed to boast in God, in the Lord, but they did boast in their external rituals. കർത്താവിന്റെ സ്തോത്രം പുറമേയുള്ള പല റിച്വൽസിലും അവര് ഇമ്പോർട്ടൻസ് കൊടുത്ത് യഹൂദൻ എന്നുള്ളതായ ഒരു മതപ്പേര് നിർത്തിയിട്ട് കർത്താവിന്റെ സ്തോത്രം ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിൽ അവർ പരാജയപ്പെട്ടു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിൽ മാത്രം പ്രശംസിക്കുവാൻ, കർത്താവിൽ മാത്രമാകട്ടെ നമ്മുടെ അഭിമാന വിഷയം, കർത്താവ് മാത്രമാകട്ടെ നമ്മുടെ മഹത്വത്തിന്റെ കാരണം, കർത്താവ് മാത്രമാകട്ടെ നമ്മുടെ ആനന്ദത്തിന്റെ കാരണം. കർത്താവിന്റെ സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം കർത്താവിൽ സന്തോഷിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചേ, റിജോയ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ സന്തോഷിക്കുക. കർത്താവിന്റെ സ്തോത്രം ഈ ലേഖനത്തിൽ അനേക പ്രാവശ്യം റിജോയ്സ് എന്നുള്ള പദം നാം കാണുന്നുണ്ട്. എന്നാൽ ഈ പദം അതിന്റെ മൂലഭാഷയിൽ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ പല പദത്തിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ മൂല പദത്തിൽ ഈ വാക്ക് 30 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ലേഖനത്തിൽ. See, there are 30 times we can see in this particular epistle the root word for rejoice. ആ root wordന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം rejoice സന്തോഷിക്കുക, മറ്റൊരർത്ഥം boasting പ്രശംസിക്കുക, മറ്റൊരർത്ഥം take pride oneself അതായത് അഭിമാനം കൊള്ളുക. അഭിമാനം കൊള്ളുക സ്വന്തം അതുപോലെ സന്തോഷിക്കുക, പ്രശംസിക്കുക എന്നൊക്കെ ഈ പദത്തെ വ്യാഖ്യാനിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഈ അങ്ങനെ മൊത്തം കൂടെ 30 പ്രാവശ്യം ഈ പുസ്തകത്തിൽ മാത്രം ലെറ്ററിൽ മാത്രം കാണാം. ശ്രദ്ധിക്കൂ, എന്നെ ചേട്ടൻ അതുകൊണ്ടാണ് പൗലോസ്, അവിടെ എല്ലാം പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൽ സന്തോഷിപ്പിൻ. 4 ലേഖനത്തിൽ കർത്താവിൽ സന്തോഷിപ്പിൻ. എപ്പോഴും
ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദം രണ്ട് അർത്ഥത്തിലും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു എന്നാൽ ഒരു യഥാർത്ഥ ദൈവവൈദ്യൻ ക്രിസ്തുവിൽ സന്തോഷിക്കുമ്പോൾ മറ്റവൻ എന്ത് ചെയ്യുന്നു? ജഡത്തിൽ പ്രശംസിക്കുന്നു. സെയിം പദം തന്നെയാണ്. ഒരുവൻ ജഡത്തിൽ പ്രശംസിക്കുമ്പോൾ ഒരു യഥാർത്ഥ ദൈവത്തിന്റെ വൈദ്യൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു. ഒരു ബോസ്റ്റ്ഫുൾ ആറ്റിറ്റ്യൂഡ്, അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതായത് പ്രശംസിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അയാൾ ഭാഷത്തിന് ഭയങ്കര അഭിമാനം കൊള്ളുന്ന, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഭയങ്കര വീപ്പടി. ഇപ്പോഴത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പറയായിരുന്നു ഭയങ്കര വീപ്പടിക്കുക എന്ന് പറയുന്നു. അതിന് എന്താണ് നമ്മൾ വീപ്പടിക്കുക എന്നുള്ളത്? ജഡത്തിലെ വീപ്പടിയാണ് നമുക്കുള്ളത്. നമുക്ക് ആത്മാവിൽ എന്തെങ്കിലും വീപ്പടി ഉണ്ടോ? ഇവിടെ പൗലോസ് പറയുന്നു എന്തിനാണ് നമ്മൾ വീപ്പടിക്കേണ്ടത്, എന്തിനാണ് റിവേഴ്സ് ചെയ്യേണ്ടത്? ആത്മാവിലെ ആരാധനയിൽ സന്തോഷിക്കണം. കർത്താവിന്റെ സ്വന്തം ക്രിസ്തുവിൽ സന്തോഷിക്കണം. നാം നമ്മെ തന്നെ പലതും പറയുമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമാണ്. ഞാൻ പലപ്പോഴും എപ്പോഴും ചോദിക്കുന്നത് ക്ഷമിക്കുക. നിങ്ങൾ സ്വന്തം ഭാര്യ, നിങ്ങളുടെ സ്പിരിച്വൽ ക്വാളിറ്റിയെ കുറിച്ച് എന്തെങ്കിലും പ്രേസ് ചെയ്തിട്ടുണ്ടോ? വേറെ ആരും വേണ്ട. നിങ്ങളുടെ സ്വന്തം ഭർത്താവ്, അമ്മമാരെ, നിങ്ങളുടെ സ്പിരിച്വൽ ക്വാളിറ്റി അതിന് അഭിമാനം കൊണ്ട് സന്തോഷിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പപ്പ, മമ്മി, പപ്പയുടെ ഈ സ്പിരിച്വൽ ക്വാളിറ്റി കുഞ്ഞിനോട് പറയും, മീശ കുറിപ്പിച്ചിട്ട് നീ ആരും പറയും ഞാൻ അമർത്തമാണ്, ഇങ്ങനത്തെ ഭൗതിക നേട്ടങ്ങൾ നമുക്ക് വീഴ്പിടിക്കാം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ആത്മീയ ഏത് നേട്ടമാണ്? നമ്മുടെ മകൻ എന്റെ പപ്പാണ് എന്റെ ക്വാളിറ്റി കാണത്തക്ക രീതിയിൽ സ്പിരിച്വൽ ക്വാളിറ്റി. ഇതുപോലെ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ പ്രശംസ കർത്താവിന് മാത്രമാണ്. ഇവിടെ പൗലോസ് പറയുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ. ശ്രദ്ധിക്കൂ, അവന് തന്നെ പ്രശംസിക്കുന്നില്ല, അവന്റെ അച്ചീവ്മെന്റ്സിനും പ്രശംസിക്കുന്നില്ല, അവന്റെ സ്വഭാവത്തിനും പ്രശംസിക്കുന്നില്ല. അവന്റെ പ്രശംസയുടെ ഏക കാരണം കർത്താവ് മാത്രമാണ്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അവനിൽ പ്രശംസിക്കുന്നില്ല, അവന്റെ നേട്ടങ്ങളിൽ പ്രശംസിക്കുന്നില്ല, അവന്റെ സ്വഭാവങ്ങളിൽ പ്രശംസിക്കുന്നില്ല. അവന് പ്രശംസിക്കുവാനുള്ള ഏക റീസൺ കർത്താവ് മാത്രമാണ്. Christ alone is the true reason of rejoicing for a true Christian. Hallelujah. ഒരു ദൈവത്തിന്റെ വൈദ്യൻ ക്രിസ്തുവിൽ അവന്റെ പ്രശംസയെങ്കിൽ സ്വന്തം മനസ്സിലാക്കിക്കോണം, അവന്റെ പ്രശംസ ജഡത്തിലാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മ നേടിയെടുത്തതിലോ നമുക്കുള്ളതിലോ നമ്മുടെ സ്വഭാവങ്ങളിലോ ഒന്നും നമുക്ക് പ്രശംസിക്കുവാൻ ഒരു ദൈവത്തിന്റെ വൈദ്യൻ വകയുണ്ടായിരിക്കാം. അവൻ പ്രശംസിക്കുകയില്ല. അവന്റെ പ്രശംസയുടെ കാരണം കർത്താവ് മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ അഭിമാനത്തിന്റെ വയസ്സിൽ പ്രശംസിക്കാം. നമുക്ക് മോശത്തിന് ഒത്തിരി കാരണങ്ങളുണ്ടാവും. നമുക്ക് പ്രശംസിക്കുവാൻ ഒത്തിരി റീസൺസ് കാണാം. എന്നാൽ യഥാർത്ഥ ദൈവത്തിന്റെ വൈദ്യൻ അവൻ പറയണം ക്രിസ്തുവിലാണ് പ്രശംസ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ക്രിസ്തുവിൽ നമ്മുടെ പ്രശംസയാണ്. നമ്മുടെ അഭിമാനം ക്രിസ്തുവിന്റെ ക്രൂശ് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളൊന്ന് പ്രവർത്തനം തിരിച്ചു വയ്ക്കുക. ഈ ലോകത്തിലെ യാതൊന്നിലും പ്രശംസിക്കുവാനുള്ള ദൈവത്തിന്റെ വൈദ്യല്ല കഴിയുന്നില്ലെങ്കിൽ അവന്റെ പ്രശംസ ക്രൂശിൽ മാത്രമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവനെ ദൈവത്തോട് നിരപ്പിച്ച ക്രൂശ്, ശത്രുവായ അവനെ മിത്രമാക്കിയ ക്രൂശ്, താഴ്ചയിൽ നിന്ന് അവനെ ഉയർത്തിയ ക്രൂശ്, പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും ക്രിസ്തു അവന്റെ പാർന്ന് അവനെ നിർത്തിയ ക്രൂശ്, അവനെ പ്രത്യാശയുടെ കാരണമായ ക്രൂശ്, അവനെ നിരാശയുടെ മധ്യത്തിൽ അവൻ ആശ കൊടുക്കുന്ന ക്രൂശ്, അവന്റെ കട്ടകളിൽ അവന് ധൈര്യം നൽകുന്ന ക്രൂശ്, അവന്റെ വിറകിൽ അവന് ബലം നൽകുന്ന ക്രൂശ്. ആ ക്രൂശിലാണ് ഒരു ദൈവത്തിന്റെ വേദന പ്രശംസിപ്പാനുള്ളത്. അതുകൊണ്ട് ഇതുപോലെ കാലം നമ്മുടെ പ്രശംസിക്കാനുള്ള കർത്താവേ, എനിക്കോ പ്രശംസിക്കാനുള്ളത് ക്രിസ്തു.
എന്നെ ഉയർത്തിയ, എന്നെ കരം പിടിച്ച് നടത്തിയ, എന്നെ ഇന്നും നയിക്കുന്ന, എന്നെ നാളെയും നയിക്കുന്ന, എന്നെ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കുന്ന, എനിക്ക് എത്തേണ്ട ഡെസ്റ്റിനി എത്തിക്കുന്ന ആ ക്രൂശിൽ I boast in your cross, Lord Jesus. നിന്റെ ക്രൂശിൽ മാത്രം ഞാൻ പ്രശംസിക്കുന്നു. ഇത് വളക്കാലം ബാക്കിയുള്ളതെല്ലാം ഹല്ലേലൂയ എനിക്ക് പ്രശംസിക്കുവാനുള്ള എന്റെ ജനത്തിന്റെ ഐറ്റംസ് എല്ലാം ക്രിസ്തു നിമിത്തം ആ ക്രൂശിൽ ഞാൻ പറയുന്നു വളക്കാലം ഹല്ലേലൂയ. മറിച്ച് ഞാൻ ആ ക്രൂശിൽ പ്രശംസിക്കുന്നു. എന്നെ പ്രശംസിക്കാൻ യോഗ്യനാക്കിയ, എന്നെ നിൽക്കുവാൻ യോഗ്യനാക്കിയ, എന്നെ ഹല്ലേലൂയ ഈ പദവിയിലേക്ക് ഉയർത്തിയ, ദൈവത്തിന്റെ മകനാക്കി എന്നെ തീർത്തിയ ആ ക്രൂശാണ് എന്റെ പ്രശംസാംശം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ക്രൂശിൽ പ്രശംസിക്കുന്ന ഒരു ദൈവത്തിന്റെ വൈദ്യനാണ് യേശുവിനോട് അടുത്തിയ പറഞ്ഞത്. എന്തൊക്കെയാണ് നാം കണ്ടത്? യേശുവിനോട് അടുത്തിയത് നിൽക്കുന്നത്, യേശുവിനോട് അടുത്തിയത് വസിക്കുവാൻ. For an intimate and close walk with Jesus, the first thing we need to reject all our boasting in the flesh. ജഡത്തിലുള്ള സകല പ്രശംസകളും ക്രൂശിക്കുക. കർത്താവിന്റെ സ്തോത്രം. മറിച്ച് കർത്താവിന്റെ സ്തോത്രം നമ്മുടെ പ്രശംസ ക്രിസ്തുവിനാകണം. കർത്താവിന്റെ ആത്മാവിന്റെ ആരാധന ക്രിസ്തുവിൽ. ന്യൂനോട് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിൽ ആരാധിക്കുന്ന പ്രശംസയ്ക്ക് ശ്രദ്ധിക്കുക. പലരും പറയാറുണ്ട് പലപ്പോഴും, യോ വിഗ്രഹമായി നമുക്ക് ആരാധന നമ്മൾ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം നമ്മുടെ പ്രശംസ മാറിപ്പോയി, നമ്മുടെ പ്രശംസ മാറിപ്പോയി. ക്രിസ്തുവിൽ പ്രശംസിക്കുന്ന, ശ്രദ്ധിക്കൂ, നിങ്ങൾ മറ്റൊരു ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ പ്രശംസ മാത്രം, ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്ന ഒരു ദൈവത്തിന്റെ വൈകലിനെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പഠിപ്പിക്കേണ്ട ക്രിസ്തുവിൽ, എന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വാക്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതേ ഉള്ളൂ. ക്രിസ്തുവിൽ പ്രശംസിക്കുന്ന ഒരു ദൈവത്തിന്റെ വൈകലിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ ആത്മാവിൽ ആരാധിക്കാൻ കഴിയും. ആരാധിക്കാനല്ല, everybody can worship, but if you want to worship in the spirit, and if that should be true, your only boasting should be Christ alone. Hallelujah. നിന്റെ ആരാധന യഥാർത്ഥമാകണമെങ്കിൽ, നിന്റെ ആരാധന ദൈവം പ്രസാദിക്കുന്നതാകണമെങ്കിൽ, നിന്റെ ആരാധന കർത്താവിന്റെ സ്തോത്രം ദൈവം സ്തോത്രം സ്വീകരിക്കുന്നതാകണമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ആരാധന ആത്മാവിലുള്ളതാകണമെങ്കിൽ, നിന്റെ പ്രശംസ ക്രിസ്തു മാത്രമാകണം. ആ രീതിയിലേക്ക് ഞാൻ നീയും വരാത്തിടത്തോളം കാലം ഞാൻ നീയും തലകുത്തി നടന്ന് ആരാധിച്ചാലും ആത്മാവിൽ ആരാധിക്കുന്നില്ല. ഒരിക്കൽ കൂടെ പറയട്ടെ, ഞാൻ നീയും സ്വന്തം പൗലോസിന്റെ ഭാഷയിൽ പറയാൻ ശരീരം മുഴുവൻ ചുട്ടാലും മുഴുവൻ അന്നദാനം ചെയ്താലും ഹല്ലേലൂയ നിന്റെ എന്നെയും പ്രശംസ ക്രിസ്തുവിൽ മാത്രം ആകാത്തിടത്തോളം, ഞാൻ പറയുന്നത് നിങ്ങളോട് മനസ്സിലാക്കണം, ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്ന, ബാക്കിയുള്ളതിനെല്ലാം ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നതിന് നിങ്ങളെ അനുവദിക്കാത്ത സകല ജനത്തിന്റെ പ്രവൃത്തികളെ ഒന്നെന്ന ക്രൂശിനോട് ചേർത്ത് ആണിയടിക്കാത്തിടത്തോളം കാലം ആത്മാവിൽ ആരാധിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പേരിൽ ഇത് വലുക്ക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു മാത്രം പ്രശംസിപ്പാൻ എനിക്ക് കൃപ തരുമാറാകണമേ. യേശുവിൽ മാത്രം പ്രശംസിക്കുന്നതിൽ നിന്ന് എനിക്ക് വിഘ്നമായി തീരുന്ന, എന്നെ തടസ്സപ്പെടുത്തുന്ന സകല ജനത്തിന്റെ പ്രശംസകളെ ഞാൻ ഓർമ്മ ആ ക്രൂശിനോട് ചേർത്താണി അടിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവയെ ക്രൂശിക്കുകയാണ്. എനിക്കതിനുള്ള ബലം തരണേ കർത്താവേ. എന്റെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല. ശ്രദ്ധിക്കുന്ന ദൈവവൈദ്യരെ, നിനക്ക് സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല, നിന്റെ അറിവുകൊണ്ടത് സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം തന്റെ ആത്മാവിനെ സഹായത്തിന് തന്നിരിക്കുന്നത്. അതിനാണ് ദൈവം നിന്നെ ആരാധനയ്ക്ക് സഹായിക്കാൻ തന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. ക്രൂശിൽ മാത്രം പ്രശംസിക്കാൻ നിനക്ക് നിന്റെ സ്വയബുദ്ധി കൊണ്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനെ നിന്നെ സഹായിക്കുക. Hallelujah. Holy Spirit given to us to assist you and me to crucify all our fleshly boastings
മൂന്നാമത് എന്താണ് പൗലോസ് പറയുന്നത്? യേശുവായിട്ട് ചേർന്ന് നടക്കുക. മൂന്നാമത് ചെയ്യേണ്ടത്, ഒന്നാമത് ജനത്തുള്ള പ്രശംസ, സ്വന്തം സ്വന്തം അതിൽ നിന്ന് തള്ളിക്കളയണം. രണ്ട്, ക്രിസ്തു മാത്രം പ്രശംസിക്കുക. പ്രശംസിക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടില്ല, ഒത്തിരി ഇഷ്ടമുണ്ടാക്കുവാൻ, എന്നാൽ ക്രിസ്തുവിനോട് അടുത്തറിയുവാൻ അവയെല്ലാം യേശുവായിട്ട് അകവഴിഞ്ഞ ബന്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതൽ മൂന്നാമത് ചെയ്യേണ്ടത്, എനിക്ക് ലാഭമായതെല്ലാം നഷ്ടമെന്ന് കരുതണം. കർത്താവ് ലാഭമായത് നഷ്ടമാക്കുക. ഇവിടെ പൗലോസ് പറയുന്നത് ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിങ് ബാലൻസിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഫിറ്റും പറയുന്നു, ലോസും പറയുന്നു. എനിക്ക് ലാഭമായത് കർത്താവ് സ്വന്തം, നഷ്ടം കണ്ടു. ആരെങ്കിലും ലാഭമായി നഷ്ടം ഉണ്ടാകും? ഞാൻ കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും നഷ്ടത്തിന് വേണ്ടി ബിസിനസ് നടത്താറുണ്ടോ? അതിലുള്ള നമ്മളെല്ലാം ബിസിനസ് നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയാണ്. ഈവൻ നമ്മളൊരു കാര്യം കടയിൽ ചെന്ന് വാങ്ങിക്കുവാനാണെങ്കിൽ നമ്മൾ നോക്കുന്നത്, നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. കർത്താവേ സ്തോത്രം. ഒരു പൗണ്ടിന്റെ വ്യത്യാസമാണെങ്കിലും കമ്പയർ ചെയ്യും. എല്ലാത്തിനും കാണാൻ ഞാൻ ഓർക്കുന്നു, പണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴായാലും അങ്ങനെയായിരിക്കും വിശ്വസിക്കുന്നു. 1 pound ലാൻഡും 99p സ്റ്റോറും രണ്ടും അടുത്തടുത്തുണ്ട്. 1 poundന്റെ സാധനം 99p സ്റ്റോറിൽ കിട്ടുവാണെങ്കിൽ നിവൃത്തിയുണ്ട്, നമ്മൾ അവിടുന്ന് വാങ്ങിക്കാൻ നോക്കും. എന്താണ് 1 pound p-യും വിലയുള്ളതാണ് ലാഭം. നമ്മൾ നഷ്ടമാകുവാൻ ആഗ്രഹിക്കുന്നത്, ശ്രദ്ധിക്കൂ, നഷ്ടമാകുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു, എന്റെ ലാഭങ്ങളെല്ലാം ഞാൻ നഷ്ടമാക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആരെങ്കിലും അതിന്റെ അർത്ഥം പൗലോസ് നഷ്ടക്കച്ചവടത്തിന് പോകുന്നതാണ് അർത്ഥം. അതിന്റെ അർത്ഥം ഒരു കാലത്ത് താൻ ലാഭമെന്ന് കരുതിയ സകലവും, നേട്ടമെന്ന് കരുതിയ സകലവും ഇപ്പോൾ മറ്റൊന്ന് കണ്ടപ്പോൾ, കർത്താവിന് സ്തോത്രം, ഈ സകല ലാഭൈറ്റത്തിലും ലാഭമുള്ളതാണ് എന്ന് കണ്ടപ്പോൾ ഈ ലാഭത്തെ എല്ലാം താൻ നഷ്ടമെന്ന് കരുതുന്നു. കർത്താവിന് സ്തോത്രം. പൗലോസ് തന്റെ ലാഭത്തിന്റെ ലിസ്റ്റ് മുഴുവൻ ഒന്നൊന്നായി എണ്ണി കഴിഞ്ഞപ്പോൾ ഒരു തുലാസിനെ പോലെ നോക്കുക. തുലാസിൽ പൗലോസ് വെക്കുകയാണ്. നിങ്ങൾ മനസ്സിലേക്ക് ഒരു തുലാസ് നാട്ടിലെ എന്തായാലും തുലാസല്ലേ വരുന്നത്, ഈ രണ്ട് ഈ ത്രാസ്, ഈ ചങ്ങലയുള്ള ത്രാസിനെ നോക്കി വയ്ക്കുകയും ഈ ചങ്ങലയുള്ള ത്രാസിലേക്ക് വരുന്നതുമാണ്. ഒരു ത്രാസിൽ അപ്പോസ്തലനായ പൗലോസ് വെച്ചു തന്റെ ജഡത്തിന്റെ പ്രശംസ മുഴുവൻ, തന്റെ കുടുംബപ്പേര്, തന്റെ വീട്ടുപേര്, തന്റെ പൗരത്വം, സിറ്റിസൺഷിപ്പ്, തന്റെ ഹല്ലേലൂയ, തന്റെ ട്രൈബിന്റെ പേര്, തനിക്ക് നേട്ടമായിരുന്നത്, തന്റെ ലാഭങ്ങൾ ഒന്നൊന്നായി താൻ ഒരു ത്രാസിൽ വെച്ചു. മറ്റു ത്രാസിൽ കർത്താവിന്റെ സ്തോത്രം എന്ത് വെച്ചു? ക്രിസ്തുവിനെ വെച്ചു. Put the fact of Christ, ക്രിസ്തു എന്ന വെരി ഫാക്ടിനെ വെച്ചു. മറുസൈഡിൽ ലോകത്തിന്റെ ലാഭങ്ങൾ, ലോകത്തിന്റെ ധനം, ലോകത്തിന്റെ മോടികൾ, ലോകത്തിന്റെ സകലം ഈ വെച്ചപ്പോൾ യേശു ക്രിസ്തു വെച്ച ഫാക്ട് എന്ന് വെച്ച ത്രാസ് മറ്റേതെല്ലാം ഔട്ട്വേ ചെയ്തപ്പോൾ അപ്പോസ്തലനായ പൗലോസ്, ആത്മാവിൽ ആരാധിക്കുന്ന പൗലോസിന് മനസ്സിലായി, ക്രിസ്തു എന്ന ധനത്തിന് വേണ്ടി ലോകത്തിന്റെ ധനം എനിക്ക് കുപ്പയാണ്. Hallelujah. See, when he compared Christ with all the worldly gains, he knew that the value of Christ will outweigh the value of the whole world. നിനക്ക് ഈ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ഒരു സൈഡിൽ, മറു സൈഡിൽ ക്രിസ്തു മാത്രവും. ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഒരു സൈഡിൽ നിനക്ക് ലോകം മുഴുവൻ തരാം എന്ന് പറഞ്ഞാൽ മുഴുവൻ, നീ, നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ജോലി, നിന്റെ പണം, നിന്റെ കുടുംബം, നിന്റെ ചാർച്ചക്കാർ, ബന്ധുക്കൾ, ലോകം മുഴുവനും ഒരു സൈഡിൽ ക്രിസ്തു മാത്രം. അങ്ങനെ ഒരു ചോയ്സ് വന്നാൽ അപ്പോസ്തലനായ പൗലോസ് കണ്ടു, ക്രിസ്തു ഈ സകല ധനത്തെയും ഔട്ട്വേ ചെയ്യുമെന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നാൽ, ഒരു സൈഡിൽ ലോകവും
നേടേണ്ടതിന് ഇതെല്ലാം എനിക്ക് ലോസായി. He says that in order to gain Christ, അപ്പോൾ യേശുവിനെ നേടുവാൻ I am ready to count everything lost. Hallelujah. One more thing. See, in another word, what Paul was saying that. Paul was telling that I cannot afford losing Christ to gain the world. I cannot afford it. നമ്മൾ പറയത്തില്ല എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വാടക വീട്ടിലേക്ക് ഓരോ 600 രൂപയോ അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്വത്രം പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ നഷ്ടമാകുക എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. എന്ത് പറ്റും? ഈ ലോകം മുഴുവൻ നഷ്ടമായാലും ഭേദപ്പെട്ട് എനിക്കത് വിഷയമല്ല. പക്ഷെ ഒരു കാര്യം, ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ഐക്കൊണ്ട് അഫോർഡ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുക എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാതിരിക്കുമോ എനിക്ക് സ്വപ്നം കാണാൻ കഴിയത്തില്ല. ലോകം ഇനി എന്തെല്ലാം എനിക്ക് നഷ്ടമായാലും ക്രിസ്തുവിനെ നേടുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ. I can't afford losing Christ just to gain the world, the hallelujah things of the world. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ആ ഭാഗത്തും കൂടെ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അല്പം അതിനെ കൂടെ കാര്യം പറഞ്ഞ് എനിക്ക് താല്പര്യപ്പെടുന്നു. അവിടെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം 7 മുതൽ കൂടെ വായിച്ചേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. 11ാം വാക്യം, അത് അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചാവറം കണ്ടു. ഇംഗ്ലീഷിലെ But what things were gained to me, these I have counted lost for Christ. Yet indeed I also count all things lost for the excellence of the knowledge of Christ Jesus, my Lord, for whom I have suffered the loss of all things, and count them as rubbish. Count them as rubbish. See, ഇവിടെ പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കുക, ഒരു വലിയ ഭയങ്കര വ്യത്യാസമുണ്ട് ഇവിടെ നമ്മുടെ ചിന്തയും പൗലോസിന്റെ തമ്മിൽ. പൗലോസ് പറയുന്നത് തനിക്ക് നഷ്ടമായതിനെ ഓർത്ത് കരയുമല്ല, പരിതപിക്കുമല്ല. അങ്ങനെയുള്ള കക്ഷികളുണ്ട് ഇല്ലേ? ഞാനത് പറഞ്ഞുതരാം. അതായത് പൗലോസ് പരിതപിക്കുമല്ല, അയ്യോ എനിക്ക് അവിടെ ആയിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇറങ്ങി തിരിച്ചതിൽ പരിതപിക്കുന്ന ഒരു പൗലോസല്ല. പിന്നെയോ തന്റെ നഷ്ടങ്ങളെ വെൽക്കം ചെയ്യുന്ന ഒരു പൗലോസ്, തന്റെ നഷ്ടങ്ങളെ മനസ്സോട് സ്വാഗതം ചെയ്യുന്ന പൗലോസ്. ചില പറയാറുണ്ട് അതൊക്കെ സ്വന്തം ഇപ്പൊ നിങ്ങൾ അറിയായ്മയുടെ കാലത്ത് പറഞ്ഞെങ്കിൽ ക്ഷമിക്കും, പക്ഷെ ഇനി പറയരുത് അവിടെ നല്ലതായിരുന്നു, ഇതിനകത്ത് ഇറങ്ങിപ്പോയി തിരിച്ചു പോയല്ലോ, ഇതിനകത്ത് ബന്ധപ്പെട്ട് പോയല്ലോ. അത് പരിതാപമാണ്. അതിന്റെ അർത്ഥം സ്വന്തം നിന്റെ നഷ്ടങ്ങൾ നീ ഒരു കാലത്ത് നഷ്ടമെന്ന് വിചാരിച്ചത് ഇപ്പം പൊക്കിയെടുത്തോണ്ട് വരികയാണ്. അതിന്റെ അർത്ഥം നീ കുഴിമയുടെ തോട്ടുന്നതാണ്. നീ ഒരിക്കൽ ബറി ചെയ്തത്, നഷ്ടമെന്ന് കരുതുന്നത്, രപിഷ് പുറത്തുകൊണ്ടിരുന്നത്, കച്ചട എവിടെ കൊണ്ടിരുന്നത്, കച്ചടയിൽ നീ എടുക്കുന്ന അർത്ഥം. സ്വത്രം പരിതപിക്കുന്ന പൗലോസല്ല. ഒരു കാലത്തും ക്രിസ്തു നിമിത്തം വേണ്ട എന്ന് വെച്ചതിന് ഇന്നത്തെ സഫറിങ്ങിന്റെ മുമ്പിൽ, ഇന്നത്തെ വേദനയുടെ മുമ്പിൽ, ഇന്നത്തെ ദുഃഖത്തിന്റെ മുമ്പിൽ, ഇന്നത്തെ സാഹചര്യത്തിന് മുമ്പിൽ പരിതപിക്കുന്ന പൗലോസല്ല. പിന്നെയോ ആഴമായ വെൽക്കം ചെയ്യുന്ന പൗലോസ്, അതിന്റെ നഷ്ടങ്ങളെ സ്വാഗതം ചെയ്യുന്ന പൗലോസ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ശ്രദ്ധിക്കൂ, ഈ വാക്കിൽ ശ്രദ്ധിക്കൂ. ഒരു യഥാർത്ഥ വിശ്വാസി കർത്താവിന് വേണ്ടി താനൊരു കാലത്ത് ഏറ്റ ത്യാഗങ്ങളെയും കർത്താവിന് വേണ്ടി ഒരു കാലത്ത് വേണ്ടാത്ത വിഷയങ്ങളെയും പിൽക്കാലത്ത് ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ തേങ്ങിക്കൊണ്ട് പരിതപിക്കുന്നവർ യഥാർത്ഥ ക്രിസ്തുശിഷ്യനല്ല. യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ തൽക്കാലത്തെ കലപടി പറയുന്നത്, യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ ക്രൂശിക്കുന്നത് എന്നേക്കുമായിട്ടാണ്. അവൻ ക്രൂശിച്ചത് ചില വർഷങ്ങൾക്ക് വേണ്ടിയല്ല, എന്നേക്കുമായിട്ടാണ്. യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ കുഴിച്ചു മൂടുന്നത്, കുഴിച്ചു മൂടുന്നത് 10 വർഷത്തേക്കല്ല, വല്ലപ്പോഴും സാഹചര്യം കിട്ടുമ്പോൾ എടുക്കാൻ വേണ്ടിയല്ല. പിന്നെയോ അവൻ കുഴിച്ചു മൂടുന്നത് എന്നേക്കുമായിട്ടാണ്. ഇനി ഒരിക്കലും പോകുവരാതെ, ഇനി ഒരിക്കലും എടുക്കാത്തവർക്ക് never he regrets. Hallelujah. Paulus is not regretting his losses, what he rejected, what he counted as rubbish. He doesn't care. He is not regretting. Rather, he is welcoming. Hallelujah. He is എന്താണ് അതിന്റെ അർത്ഥം?
പറയാറുണ്ട്. ചിലവരെ ഞങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തു. പക്ഷെ പൗലോസും പറഞ്ഞിട്ട് പൗലോസ് ഇപ്പം പറയാം, ഞാനിപ്പോഴും എല്ലാം ചേർന്നെന്ന്. ശരിക്കും ശ്രദ്ധിക്കുക സഹോദര സഹോദരി, ഈ മെസ്സേജ് സ്വന്തം ഗ്രഹിക്കുവാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോടൊരു കാര്യം പറയട്ടെ. ഒരു കാലത്ത് നീ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ച സമയത്ത് നീ 1-2 ഐറ്റം വല്ലതും നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴയ നഷ്ടത്തിൽ സന്തോഷിച്ചിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഇപ്പൊ നീ എന്താണ് നഷ്ടപ്പെടുത്തുന്നത്? ക്രിസ്തുവിനൊപ്പം ഇപ്പം വല്ല നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ക്രിസ്തുവിനൊപ്പം ഇപ്പൊ എന്താ നീ ചേരണമെന്നുണ്ടോ? നിനക്ക് ചേരണമെന്നാണ് വല്ലതുണ്ടോ? ഇപ്പൊ നിനക്ക് നഷ്ടമായത് റബ്ബിഷായി കളയുവാൻ മനസ്സുണ്ടോ? ഇല്ലെങ്കിൽ നീ യഥാർത്ഥ ക്രിസ്ത്യനല്ല. സ്തോത്രം. അഡ്വസൻസോട് പറയട്ടെ, a true Christian disciple is the one who is ready to count everything as loss all through his love until eternity. A true Christian is the one who is ready to count every loss, every gain as rubbish for the sake of Christ until he reaches eternity. Hallelujah. യഥാർത്ഥ ക്രിസ്ത്യ ശിഷ്യന് സ്വന്തം റബ്ബിഷായി എണ്ണുക എന്നുള്ളത് ഇറ്റ്സ് എ ഡേ ടു ഡേ പ്രോസസ് ആണ്, ഒരു ദൈനംദിന പ്രക്രിയയാണ്. ഇറ്റ്സ് നോട്ട് എ വൺ ഡേ മാച്ച്. സ്നാനം കഴിക്കുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ, സ്വത്രം അല്ലെങ്കിൽ സ്വത്രം യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ അവിടെ മാത്രം ചെയ്തുകൊണ്ട് തീരുന്നവനല്ല. പിന്നെയോ യഥാർത്ഥ ക്രിസ്ത്യ ശിഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ കുടിച്ചിടേണ്ടത് കുടിച്ചുകൊണ്ടേ, അവൻ മാറ്റേണ്ടത് മാറ്റിക്കൊണ്ടേയിരിക്കും. അവൻ സ്വന്തം കച്ചടയിൽ കളയേണ്ടത് കച്ചടയിൽ കളഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ സ്വന്തം റബ്ബിഷായി കൺസിഡർ ചെയ്യുന്നത് ഇറ്റ്സ് എ ഡെയിലി ആക്ട്, ഇറ്റ്സ് എ മൊമെന്ററി ആക്ട്, സോറി എവരി മൊമെന്റ് ആക്ട്, ഇറ്റ്സ് എൻ എവരി മൊമെന്റ് ആക്ട്. ഓരോ മൊമെന്റും ചെയ്യേണ്ടതാണ്, എല്ലാ നിമിഷവും ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന പദം ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന പദമാണ് കർത്താവിന്റെ സ്തോത്രം. ഇതിന്റെ അർത്ഥം, ഈ പദത്തിന്റെ അർത്ഥം ഒറിജിനൽ ഭാഷയിൽ 4 അർത്ഥങ്ങളുണ്ട് ഈ ചവർ എന്നുള്ളത്. ഒന്ന്, കർത്താവിന്റെ സ്വന്തം അറിയാലോ, അത് വേസ്റ്റ് ആയിട്ട്, ആനിമൽ വേസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബേർഡിന്റെ വേസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഫുഡ് ഗോൺ ബാഡ്, ചീഞ്ഞു പോയ ഭക്ഷണമായിട്ട് അതിന്റെ അർത്ഥം വരണം. മറ്റൊരർത്ഥം സ്ക്രാപ്പ് ദാറ്റ് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ എ മീൽ, അതായത് ആഹാരം കഴിച്ചു വെച്ചിട്ട് ബാക്കി വരുന്നതിന് എന്താ പറയുന്നത് മലയാള ഭാഷയിൽ? എച്ചിൽ. സ്വത്രം വിസർജ്യ വസ്തുവിന് തുല്യമാണ്. അതെന്താണ് ജഡത്തിന്റെ പ്രശംസകൾ? കർത്താവിന്റെ സ്വത്രം അത് എച്ചിലിന് തുല്യമാണ്. നമ്മുടെ വീട്ടില് എച്ചിൽ എഴുന്നേറ്റ് കൊടുക്കും നമ്മൾ സാധാരണ പട്ടിക്ക്. അതാണ് അർത്ഥം, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ അർത്ഥം റെഫ്യൂസ്. നമ്മളിവിടെ റെഫ്യൂസ് ബാഗ് ഉണ്ട്. ഒരു റെഫ്യൂസ് ബാഗ് നമ്മുടെ റെഫ്യൂസ് ബാഗിനകത്ത് നല്ല എടുത്തോ ഇല്ല, വേണ്ട. അതിന്റെ അർത്ഥം അതിന്റെയാണ്, വേണ്ട അർത്ഥമാണ് മൂന്നാമത്തെ അർത്ഥം. നാലാമത്തെ അർത്ഥം എ പിറ്റിഫുൾ ആൻഡ് ഹൊറിബിൾ തിങ് ലൈക്ക് എ ഹാഫ് ഈറ്റൻ കോപ്സ്, അതായത് പകുതിരിഞ്ഞ മൃതശരീരത്തിന് തുല്യമാണ്. 4 അർത്ഥങ്ങളാണ്. അതായത് ഒന്ന് പകുതിരിഞ്ഞ മൃതശരീരം, എച്ചിൽ, കച്ചട, ഹിന്ദി പറഞ്ഞ കച്ചട. നാലാമത്തെ ഉണ്ടല്ലോ ഹ്യൂമൻ വേസ്റ്റോ ആനിമൽ വേസ്റ്റ്. ജഡത്തിന്റെ പ്രശംസ ഇതല്ലേ കർത്താവ്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശംസിക്കാനുള്ള ജഡത്തിന്റെ പ്രശംസ അത് സ്വന്തം വിസർജ്യ വസ്തുവിന് തുല്യമാണ്. അത് കച്ചടമായി ഇടുന്ന സ്വന്തം റെഫ്യൂസുമായി ഇടുന്ന യൂസ്ലെസ് ഐറ്റത്തിന് തുല്യമാണ്. അത് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കഴിച്ചിട്ട് ബാക്കി വെക്കുന്ന എച്ചിലിന് തുല്യമാണ്, അല്ലെങ്കിൽ പട്ടിക്കെറിഞ്ഞു കൊടുക്കുന്ന എച്ചിലിന് തുല്യമാണ് ജഡത്തിന്റെ പ്രശംസകൾ. ഹല്ലേലൂയ. അങ്ങനെ പ്രശംസിക്കുന്നവന് യഥാർത്ഥത്തിൽ ക്രിസ്തുവുമായിട്ട് ആത്മീയ ബന്ധത്തിലേക്ക് കടന്നു കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ലോകത്തിന്റെ നന്മകൾ? വേഗത്തില് സ്വന്തം പറഞ്ഞു നിർത്തട്ടെ. സ്വന്തം ഇവിടെ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് ആഴമായി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഒരു കാലത്ത് സന്തോഷിച്ചിരുന്നത്, ഒരു കാലത്ത് ആനന്ദിച്ചിരുന്നത്? Intoxicating drinks, entertaining films, old fashions, and so on. What else? Kartavya Swam. Maybe I can put more. Senseless, swearing, gossip, passion, violence, hatred, meaningless talk, comments, entertaining
just want to throw it. Hallelujah. നമുക്ക് നമ്മുടെ നാട്ടിലെടുക്കുക ചിലർക്ക് ചില സന്തോഷിക്കുന്ന മറ്റുള്ളവരുടെ നെഗറ്റീവില് മറ്റുള്ളവരുടെ കുറ്റം ഇങ്ങനെ ചിലർ കണ്ടുപിടിക്കും. ഭയങ്കര സന്തോഷം എൻജോയ് ചെയ്യുന്നു. അത് ഒരു മനുഷ്യ ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ കലർപ്പിച്ചായിട്ട് കഴിയുമോ? ക്രിസ്തുവിൽ പ്രശംസിക്കേണ്ടതിന് പകരം നമ്മുടെ ടൈം മറ്റു പലതിലും പ്രശംസിപ്പാൻ ഞാൻ നിങ്ങൾ സമയമെടുത്തെങ്കിൽ ഇതുപോലെ കാലം റെഫ്യൂസ് ബാക്കിലേക്ക് ഇടുവാൻ കഴിയുമോ? ക്രിസ്തുവിൽ പ്രശംസിക്കുന്നതെന്ന് നമ്മെ വിലക്കുന്ന നമ്മെ മാറ്റുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് എന്തുവാകട്ടെ എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുന്ന കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് കർത്താവിന്റെ സ്തോത്രം? ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രശംസിക്കുന്നതിനെ വിലക്കുന്ന ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. കർത്താവിന്റെ സ്തോത്രം പറഞ്ഞപ്പോ ഹല്ലേലൂയ ഈ മെസ്സേജിനോട് ബന്ധത്തിൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഒരു കാര്യം കൂടെ മെയിൻ ആയിട്ട് എടുത്താൽ ഒരു മെസ്സേജിൽ ഞാൻ സംസാരിക്കും. എന്താണ്? 3 വിഷയങ്ങൾ. പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, പവർ ഓഫ് ക്രൈസ്റ്റ്, പെയിൻ ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ന്യൂ ഇയർ മെസ്സേജിൽ ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി, വാണിംഗ് ശ്രദ്ധിക്കൂ. മറ്റൊരു സ്ഥിതി വാണിംഗ് നമ്മൾ ശ്രദ്ധിക്കാം. നമുക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് ന്യൂ ഇയർ മെസ്സേജ് ചർച്ചിന് എപ്പോഴൊക്കെ തന്നിട്ടുണ്ടോ ഒരു വാണിംഗ് കൂടെ തന്നിട്ടുണ്ട്. ആ മെസ്സേജ് ഓർക്കുന്നവർക്കറിയാം. 2009 ദൈവത്തിന്റെ ആത്മാവ് എന്ന വാണിംഗ് ആരെങ്കിലും ഓർമ്മയുണ്ടോ? 2009 ആരെങ്കിലും നാവിനെ സൂക്ഷിക്കുക. ദൈവത്തിന്റെ ആത്മാവെന്നോ നമുക്കറിയാം. നമ്മൾ പലരും എനിക്കറിയാം പേഴ്സണലായിട്ട് പലരോട് പറഞ്ഞു പാസ്റ്റർ വാണിങ് എന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു എന്ന്. ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ വർഷം നമ്മൾ വാണിങ് ഓർമ്മയുണ്ടോ? ഡിസെപ്റ്റീവ് മീൻസ് ചതിയിലൂടെ നമ്മെ അനുഭവപ്പെടുത്തുക. ശ്രദ്ധിക്കൂ, ഈ വർഷക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗത്ത് തരുന്ന വാണിങ് നമ്മളെല്ലാം ആണ്ടയോഗത്തിലെ മെസ്സേജ് ആണ്. അതായത് ഈ കണ്ടിന്യൂ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആണ്ടയോഗത്തിന് വേണ്ടി പ്രിപ്പയർ വാണിങ് ഈ വർഷത്തേക്കുള്ള ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആത്മാവ് തന്ന വാണിങ്ങിനെ കരുതലോടെ സൂക്ഷിക്കുക. 2-3 വാക്യങ്ങൾ വേഴ്സ് 2 and 3. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നോക്കുക, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 3 പദങ്ങൾ ഉപയോഗിക്കുന്നു. ഡോഗ്സ്, ഈവിൾ ഡൂവേഴ്സ്, മ്യൂട്ടിലേറ്റേഴ്സ്. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ്, അവിടുത്തെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ശ്രദ്ധിക്കൂ, ഫിലിപ്പിയ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭ, എപ്പോഴും സന്തോഷിക്കുന്ന സഭ, കഷ്ടതയിലും കൊടുക്കുന്ന സഭ, ഐക്യതയുള്ള സഭ, സ്നേഹമുള്ള സഭ, സന്തോഷിക്കുന്ന സഭ, ഒരു കുഴപ്പമില്ലാതെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഈ പരിച്ഛേദനക്കാരെന്ന് അഭിമാനിക്കുന്ന, യഹൂദനെന്ന് സ്വയം അഭിമാനിക്കുന്നവർ സഭയിൽ അത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് പറയുന്നത്. നുഴഞ്ഞു കയറി സഭയിലെ സ്വച്ഛമാത്മീയ അന്തരീക്ഷം കലക്കുന്ന അവസ്ഥ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് നമ്മളുള്ള ബന്ധത്തിൽ സ്വന്തം വിച്ഛേദന എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവ് 2010 ഡിസംബറിൽ തന്ന വാണിങ്ങാണ്. ഞാൻ പറയുന്ന മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ തരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഈ വർഷം 2011 നമ്മളോട് സംസാരിക്കുന്നത് വിച്ഛേദനയ്ക്കായി ദുഷ്ടനായവൻ എക്സ്റ്റേണൽ ഫോഴ്സ് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ജനങ്ങളെ വളരെ കരുതലോടെ ഇരിക്കുവാൻ, സൂക്ഷ്മതയോടെ ഇരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഉപദേശിക്കുന്നു. ഒരു വിധത്തിലും വിച്ഛേദിക്കപ്പെടുവാൻ അനുവദിക്കരുത്. ഒരു വിധത്തിലും നമ്മുടെ ഐക്യതയെ ശത്രു തൊടുവാൻ ഇടയാക്കുക. ഒരു വിധത്തിലും നമ്മുടെ സ്നേഹത്തെ ശത്രു തൊടുവാൻ ഇടയാക്കുക. അവസാനം സംഭവിക്കുന്ന മുമ്പ് പറഞ്ഞ ഭാഗത്തിലേക്ക് കടന്നിട്ട് അതിന്റെ കോൺസിക്വൻസ് അപ്പോസ്തലനായ പൗലോസ് ജഡത്തിലുള്ള പ്രശംസ എന്ന് പറഞ്ഞ് ഒരിക്കലും പ്രശംസിക്കാത്ത അപ്പോസ്തലനായ പൗലോസ് സ്വന്തം അവിടെ പ്രശംസിക്കാനുള്ള കാരണവും ലിസ്റ്റ് എഴുതിയെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസിന്റെ ആത്മീയ നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്തപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതി വെച്ചതാണ്. അപ്പോൾ കോൺസിക്വൻസ്, ഹല്ലേലൂയ, വിച്ഛേദനയുടെ കോൺസിക്വൻസ് ആത്മീയ നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുവാൻ ഇടയാകും. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന വാണിങ്ങിനെ കരുതലോടെ സൂക്ഷ്മതയോടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഹല്ലേലൂയ ഇൻഡിവിജ്വൽ പ്രാർത്ഥനയോടെ കരുതലോടെ ഇരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. അതിനിടയാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
ഒരു നിമിഷം എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ.